നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് നന്ദി. ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ അധ്യായങ്ങളിൽ റോമ 5 വരെയുള്ള അധ്യായങ്ങളിൽ നിയമം ഇല്ലാതിരുന്നപ്പോഴും നിയമം നൽകപ്പെട്ടപ്പോഴും ഈ പാപം ഏറെ വർദ്ധിച്ചു അല്ലേ? പാപം വർദ്ധിച്ചെടുത്ത് ദൈവത്തിൻ്റെ കൃപ വന്നു. യേശു ക്രിസ്തുവിൽ ആ കൃപ വന്നു. ആ കൃപയാൽ വന്നു. ഇനി നമുക്ക് പാപം ചെയ്യാമോ? ഇല്ല. കൃപ നമുക്ക് ലഭിച്ചതുകൊണ്ട് നാം ഇനി പാപം ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ടാണ് റോമ 6:3 പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടെ? അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തുന്നത് ജ്ഞാനസ്നാനമാണ്. ഈ ജ്ഞാനസ്നാനമാണോ പത്രോസ് പഠിപ്പിക്കുന്നത്? പത്രോസ് പഠിപ്പിക്കുന്ന ജ്ഞാനസ്നാനം ഏതാണ്? അതായത് നോഹ പെട്ടകം പണിതപ്പോൾ ദൈവം ആ പെട്ടകത്തിൽ കാത്തിരുന്നു. പക്ഷേ അനുസരിക്കാതെ ഒരുപാട് പേര് പോയി. 8 പേര് മാത്രമേ അതിലൂടെ ആ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ എന്ന് പറയണേ. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം, അതാണ് ആ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. 21 വാക്യം പറയുന്നുണ്ട്, 1 പത്രോസ് 3:21 അല്ലേ? ആ ജ്ഞാനസ്നാനം, ആ നോഹയുടെ കാലത്തെ ആ ജലത്തിലൂടെ കടന്ന് 8 പേര് രക്ഷപ്പെട്ട ആ ജ്ഞാനസ്നാനത്തിൻ്റെ സാദൃശ്യമുള്ള ആ ജലം കൊണ്ടുള്ള ജ്ഞാനസ്നാനം, അത് നിങ്ങളുടെ ശരീരത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതല്ല. അത് യേശു ക്രിസ്തുവിലുള്ള ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അതായത് നിങ്ങൾക്ക് ശുദ്ധ മനസ്സാക്ഷി ഉണ്ടാകാൻ, നിർമ്മലമായ ഒരു മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ജ്ഞാനസ്നാനം എന്നാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ ജ്ഞാനസ്നാനത്തിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്നല്ല, നിങ്ങൾ വീണ്ടും ജനിക്കുമെന്നല്ല. ഇവിടെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ ജ്ഞാനസ്നാനത്തെ പത്രോസ് പഠിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന ആ യഹൂദർ ആ യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ആ ഉത്ഥാനം വഴി അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തു കർത്താവാണ്, അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടു ആ സ്വർഗത്തിലേക്ക് ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്. എന്നാൽ രക്ഷയെക്കുറിച്ച് പത്രോസ് പറയുന്നത് എന്താണ്? 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്നത് അല്ലയാ, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. സനാതനവും സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് അല്ലയാ. അവിടെ നമ്മൾ ഈ ജന്മം കൊള്ളുന്നത് എപ്പോഴും ഈ വചനത്തിൽ നിന്നാണ്. അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട ആ സുവിശേഷം, അത് തന്നെയാണ് ആ സുവിശേഷം, ആ വചനം, ആ വചനത്തിൽ നിന്നാണ്, ആ സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു അനുഷ്ഠാനത്തിൽ നിന്നും ആണെന്ന് പത്രോസും പഠിപ്പിക്കുന്നില്ല. അത് ആ ജ്ഞാനസ്നാനം ആ നല്ലൊരു മനസ്സാക്ഷിക്ക് വേണ്ടി ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം, പൗലോസ് ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് പറയുന്നത് അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ 5-ാമത്തെ വാക്യം നോക്കാം. അവൻ്റെ മരണത്തിന് സദൃശ്യമായ മരണത്താൽ നാം അവനോട് ഐക്യപ്പെട്ടെങ്കിൽ അല്ലേ? അപ്പോൾ ഐക്യപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശ്യമായ മരണത്താൽ ഐക്യപ്പെട്ടെങ്കിൽ അതാണ് ജ്ഞാനസ്നാനത്താൽ ഐക്യപ്പെട്ടെങ്കിൽ. രണ്ടും ആ വാക്കുകൾ ശ്രദ്ധിച്ച് നോക്കണം. ജ്ഞാനസ്നാനത്താൽ ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എഴുതിക്കണ അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്താൽ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ വെള്ളം ഒഴിക്കുന്ന ജ്ഞാനസ്നാനത്താലാണോ അതോ അവൻ്റെ മരണത്തിന് സദൃശ്യമായ ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ ഈ വെള്ളം ഒഴിക്കലാണോ? അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണം നമുക്ക് കുരിശിൽ പോയി മരിച്ചിട്ടല്ല. അപ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, അതാണ് നമ്മെ ഐക്യപ്പെടുത്തുന്നത്. അതാണ് ക്രൂശിതനെക്കുറിച്ചുള്ള സുവിശേഷം. അതാണ് പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പ്രസംഗിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അല്ലയാ. അങ്ങനെ നാം അവനെക്കുറിച്ച് കേൾക്കുന്ന ഈ സുവിശേഷത്തിലുള്ള വിശ്വാസത്താൽ നാം അവനോടുകൂടെ മരിക്കുകയാണ് അല്ലയാ. ആ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ പിതാവിൻ്റെ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടും. ഈ ജ്ഞാനസ്നാനത്താൽ ഈ സുവിശേഷത്തിലുള്ള സുവിശേഷം അവനെ ക്രൂശിനെ കുറിച്ചുള്ള അറിവിനാൽ നാം അവനോട് കൂടെ സംസ്കരിക്കപ്പെടുമ്പോൾ അല്ലേ, നാം അവനോടുകൂടെ പുനരുത്ഥാനത്തിലും ഐക്യപ്പെട്ടവരായിരിക്കും അല്ലേ. ഇപ്രകാരം നിങ്ങൾ അവൻ്റെ
ആ കുരിശ് മരണത്തോട് ഐക്യപ്പെട്ടാൽ, അവനോട് സംസ്കരിക്കപ്പെട്ടാൽ നിങ്ങൾ അവൻ്റെ പുനരുത്ഥാനത്തിലും നിങ്ങൾ ഐക്യപ്പെട്ടവരായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങളും അവനോടുകൂടി ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിലായിരിക്കും. ഇവിടെ ഈ ജലസ്നാനം ഒഴിച്ചു കഴിഞ്ഞാൽ അവനോടുകൂടെ കൊല്ലപ്പെടുന്നില്ല അല്ലേ. അതൊരു പ്രാർത്ഥനയാണെന്നാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഐക്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പത്രോസും പൗലോസും പഠിപ്പിക്കുന്നതെല്ലാം എന്താ, ആ സുവിശേഷമാണ്. അവരെന്താണ് പ്രസംഗിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കണം. ആ സുവിശേഷം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നാം ഇനിമേലിൽ പാപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മിലെ ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ് അല്ലേ. ഇത് അക്ഷരാർത്ഥത്തിലല്ല, ഇത് ആത്മീയമായിട്ടാണ് അല്ലേ. നമ്മൾ പാപങ്ങളിൽ നിന്ന് അകന്നിരിക്കാനാണ് അതുകൊണ്ട് പറയുന്നത്. ഇവിടെ ഒരു അനുഷ്ഠാനവും അക്ഷരാർത്ഥത്തിലല്ല, ഇതെല്ലാം ആത്മീയമായിട്ടാണ്. അവനോടുകൂടെ ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടണമെങ്കിൽ ആ പഴയ മനുഷ്യന് ആ സുവിശേഷത്തിലുള്ള ജ്ഞാനം വേണം അല്ലേ. അല്ലാതെ ഒരു അനുഷ്ഠാനവും നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കില്ല അല്ലേ. ഒരു അനുഷ്ഠാനവും അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് 7-ാമത്തെ വാക്യത്തിൽ, എന്തെന്നാൽ പാപത്തെ എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു അല്ലേ. അല്ലാതെ നമ്മൾ ആരെങ്കിലും പോയെടുത്ത് പാപങ്ങളേറ്റ് പറഞ്ഞാലൊന്നും പാപത്തിൽ നിന്ന് മോചിതനാവില്ല. മരിക്കണം അല്ലേ. അവൻ്റെ മരണത്തിന് സദൃശ്യമായ മരണത്തോടുകൂടി അല്ലേ. അങ്ങനെയാണ് നമ്മൾ അവനോട് മരിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ അവനോടുകൂടി ഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിലുള്ള ജ്ഞാനത്താൽ അങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് പാപങ്ങളേറ്റ് പറഞ്ഞാൽ അത് നമ്മുടെ പാപം മോചിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 8-ാം വാക്യത്തിൽ, അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും എന്ന് അനുമാനിക്കുന്നു അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിലുള്ള ജ്ഞാനത്താലാണ് നമ്മൾ കർത്താവിലേക്ക് നയിക്കപ്പെടുന്നത്. ഇപ്രകാരം മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ആ മരിച്ചവനായ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സുവിശേഷമാകുന്ന ആ അറിവിനാൽ നീ അവനോടുകൂടെ ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലും നമ്മളും ഇനി മരിക്കുകയില്ല, നമ്മുടെ മേലും ഇനി മരണത്തിന് അധികാരമില്ല. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം. അവൻ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മുൻപിൽ അവനാണുള്ളത്, യേശു ക്രിസ്തുവാണുള്ളത്. അവൻ മരിച്ചു അപ്പം നമ്മൾ പാപത്തെ സംബന്ധിച്ച് നമ്മളും മരിച്ചു അല്ലേ. അവൻ ജീവിക്കുന്നു, അതുകൊണ്ട് നമ്മളും അവനിലൂടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു അല്ലേ. അവൻ ജീവിക്കുന്നു, അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി, ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ്. നാം അവനോടുകൂടെ മരിക്കുന്നു, അവനോടുകൂടെ ജീവിക്കുന്നു, അവനോടുകൂടെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ദൈവത്തോടു കൂടെ ഇരിക്കും നമ്മളും. അതുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തരുത്. ജഡത്തിൻ്റെ മോഹങ്ങൾ, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, ജഡത്തിൻ്റെ ഒരു പ്രവൃത്തികളും നിങ്ങളെ കീഴ്പ്പെടുത്തരുത് അല്ലേ. അങ്ങനെ ആ പാപം നിങ്ങളുടെ മരത്തെ ശരീരത്തിൽ ഇനി ഭരണം നടത്തരുത്. നിങ്ങളൊരു ജഡത്തിൻ്റെ കീഴിലല്ല. ഈ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് എഴുതപ്പെട്ടിരുന്നില്ല. അതേപോലെയാണ് ഈ സുഖഭോഗങ്ങളിലുള്ള ആസക്തിയിൽ നിന്ന് വിട്ട് അല്ലേ അതിൻ്റെ കീഴിൽ ജീവിക്കരുത് അല്ലേ. നിങ്ങളെങ്ങനെയാണ് ആ മരിച്ചവരിൽ നിന്ന് ഓരോരുത്തർ ഉയർത്തു എന്നതുപോലെ നിങ്ങളുടെ അവയവങ്ങളിനി പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ് അല്ലേ. ഒരു നിയമത്തിൻ്റെയും കീഴിലല്ല. അതുകൊണ്ട് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. ഒരു നിയമത്തിൻ്റെ കീഴിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ ആ പാപം ഭരണം നടത്തും. കാരണം നിങ്ങൾ ആ നിയമത്തിന് നിങ്ങൾ ബലഹീനരാണ് മനസ്സിലായ. നമ്മൾ ബലഹീനരാണ്, അത് എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കൊരിക്കലും സാധ്യമല്ല അല്ലേ. അതുകൊണ്ടാണ് ബലഹീനമായ ദുർബലമായ നമ്മൾ ബലഹീനനായിരുന്നപ്പോൾ ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിയമത്തിന് കീഴിലുള്ള, അതുകൊണ്ട് പാപം നമ്മുടെ മേൽ ഭരണം നടത്തുകയില്ല അല്ലേ. നമ്മളിപ്പോൾ നയിക്കുന്നത് ആരാണ്? നീതിയിലേക്ക് നയിക്കുന്ന സുവിശേഷമാണ്. അപ്പോൾ നമ്മൾ ആ സുവിശേഷത്തിൻ്റെ, ആ അനുസരണത്തിൻ്റെ, ആ ദൈവത്തിൻ്റെ അടിമകളാണ്. പാപം ആദ്യം നിയമം നൽകപ്പെട്ടിരുന്നില്ല അല്ലേ. ഇപ്പം നിയമം നൽകപ്പെട്ടപ്പോൾ പാപം വർദ്ധിച്ചു അല്ലേ. അതുകൊണ്ട് നമ്മളിനി നിയമത്തിൻ്റെ കീഴിലല്ല, നമ്മൾ ഈ അനുസരണത്തിൻ്റെ കീഴിലാണ്. ദൈവം തന്ന പ്രബോധനത്തിൻ്റെ അനുസരണം നമ്മൾ നോക്കാം. നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. നമ്മൾ ഒരു അബ്രഹാമിൻ്റെ സന്തതിയിലായിട്ട് വന്ന യഹൂദരൊന്നല്ല. പക്ഷെ നമ്മൾ എവിടെയോ വേറെ രാജ്യങ്ങളിൽ ജീവിച്ച പാപികൾ. നമുക്ക് ഒരു പ്രബോധനം ലഭിക്കുകയാണ് മനസ്സിലായ. അതാണ് പറഞ്ഞത്, ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം, അതായത് ഈ സുവിശേഷം ഒരു അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഇല്ലാതെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രബോധനം നൽകുന്നു. അത് ഹൃദയപൂർവ്വം അനുസരിച്ച് അല്ലയാ
പാപത്തിൽ നിന്ന് നിങ്ങൾ മോചിതരായി. മനസ്സിലായോ? ഇവിടെ എങ്ങനെയാണ് നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായത്? ആ പ്രബോധനം, ആ സുവിശേഷം, ആ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതാണ് സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അല്ലേ? അതിലാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നമ്മൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. വെച്ചാൽ നീതി എന്താണ്? പിതാവ് നൽകിയ ദാനമാണ് നീതി. യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു വഴിയുള്ള ആ ദാനം, ആ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. ആ നീതിക്ക് നമ്മൾ കീഴിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തു വഴിയുള്ള ആ നിത്യജീവനിലേക്ക് നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായി ഈ നീതിയിലൂടെ, ഈ യേശു ക്രിസ്തു വഴി, ഇത് ദാനമായി നൽകിയ ദൈവപിതാവാണ്. ആ ദൈവം യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവൻ നമുക്ക് നൽകി ഇപ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പാപമോചനം, വിശുദ്ധീകരണം അങ്ങനെ നമ്മൾ അതിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ അവസാനം നമുക്ക് നിത്യജീവനായിട്ട് പരിണമിക്കുന്നു. പാപത്തിൽ നിന്നും മോചിതനായവൻ ദൈവത്തിൻ്റെ അടിമയാണ്. ഒരു മനുഷ്യരുടെയും അടിമയല്ല. നമ്മളുടെ രക്ഷ ഒരു മനുഷ്യൻ്റെയും കൈകളിലല്ല. നമ്മളുടെ രക്ഷ ഈ സുവിശേഷത്തിലാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ഇതാണ് നമുക്ക് നൽകിയ ദാനം. ആ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ചത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഈ അറിവുകളാണ് നമുക്ക് വേണ്ടത്. ഈ അറിവുകളാണ് ഇതിലുണ്ടാകുന്ന വിശ്വാസമാണ്. ഇങ്ങനെ യേശു ക്രിസ്തുവിനോട് കൂടിയുള്ള മരണമാണ് നമ്മളെ നിത്യജീവിലേക്ക് നയിക്കുന്നത്, നമ്മുടെ പാപങ്ങളില്ലാതാക്കുന്നത്. അല്ലാതെ ഒരു അനുഷ്ഠാനവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഈ രക്ഷ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ ഓരോ അധ്യായങ്ങളും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നാം മുന്നോട്ട് പോകുന്നത് വിശുദ്ധിയിലേക്കാണ്, നിത്യജീവനിലേക്കാണ്, രക്ഷയിലേക്കാണ്.